ഹലോ, നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്നാലും ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയാത്തൊരു ആപ്ലിക്കേഷനാണ് അർബൻ കമ്പനി. അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അർബൻ കമ്പനി കൊണ്ട് നമുക്കുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ ബാത്റൂം ക്ലീനിങ്, അതുപോലെ അതിൻ്റെ ഇൻറ്റൻസ് ക്ലീനിങ്, അതുപോലെ നമ്മുടെ കിച്ചൺ ക്ലീനിങ്, ഫ്രിഡ്ജ് ക്ലീനിങ്, നമ്മുടെ AC-യുടെ മെയിൻ്റെനൻസ്, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്തി നമുക്ക് ചെയ്തു തരും. മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മൾ ലേഡീസിനാണെങ്കിൽ നമ്മളിപ്പോൾ ത്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വാക്സ് ചെയ്യുക, ഇതിനുള്ള കംപ്ലീറ്റ് സംഭവങ്ങളും നമ്മുടെ ഈ ഒരു അർബൻ കമ്പനിയിൽ അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു അർബൻ കമ്പനിയുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് സംഭവമാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. വളരെ സെക്യൂർഡ് ആണ്. കാരണം നമ്മൾ വരുന്ന സമയത്ത് ഒരു OTP നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് എന്ത് വർക്കും നമ്മുടെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ അർബൻ കമ്പനിയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിലാണെങ്കിലോ ആപ്പ് സ്റ്റോറിലാണെങ്കിലോ ഒന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദിക്കും നോട്ടിഫിക്കേഷൻ വേണോ വേണ്ടത്. ഇതെല്ലാ ആപ്ലിക്കേഷനിലും നമുക്ക് ചോദിക്കുന്ന കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല, ഡോണ്ട് അലോ എന്ന് പറയുന്നത് കൊടുക്കാം. ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലോട്ടൊരു OTP വരും. അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൊക്കേഷൻ അത് സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ സർവീസബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ആവും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരുപാട് സർവീസുകൾ നമുക്ക് അവൈലബിൾ ആണ്. സലൂൺസ് ഉണ്ട്, അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ എക്സ്ട്രാ കെയറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി നമുക്ക് വുമൺസിൻ്റെ പേഴ്സണലായിട്ടുള്ള സ്കിൻ കെയറിനൊക്കെയുള്ള ഒരു ബ്യൂട്ടീഷ്യൻ നമുക്ക് വീട്ടിൽ വന്നത് ചെയ്ത് തരുന്ന പോലത്തെ എല്ലാ സർവീസസും നമുക്ക് അവൈലബിൾ ആണ്. ബാക്ക് അടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ബാത്റൂം ക്ലീനിങ് ഉണ്ട്, ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, അതുപോലെ AC അപ്ലയൻസ് റിപ്പയർ ഉണ്ട്. അങ്ങനെ എല്ലാ സർവീസുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് സർവീസാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് AC എങ്ങനെയാണ് ബുക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ACക്ക് നമുക്കൊരു റിപ്പയർ വേണം, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ, AC-യുടെ സർവീസ് ആൻഡ് റിപ്പയർ ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഫോം ജെറ്റ് സർവീസ് 2 AC-ക്കുള്ളത് വേണം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു 3 or 4 AC ഉണ്ടെങ്കിൽ 2 AC-യുടെ പാക്കേജ് നമുക്ക് ഒരുമിച്ച് എടുക്കാം. 3 AC-ക്ക് നമുക്ക് ഒരുമിച്ച് സർവീസ് സെലക്ട് ചെയ്യാം. അതുപോലെ 4, 5 എത്രയാണോ നമുക്ക് ആവശ്യമുള്ള നമ്പർ, എത്ര AC ആണോ നമുക്ക് റിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബൾക്കായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 AC ഉള്ളൂ എങ്കിൽ ആ 2 ACs എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് ആഡ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കും വ്യൂ കാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ അടുത്ത പേജിലോട്ട് റീഡയറക്റ്റ് ആവുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ സെലക്ട് ചെയ്ത പ്ലാൻ എന്താണ് എന്നുള്ളത്, അതിൻ്റെ ഫൈനൽ പ്രൈസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. താഴെ നോക്കുകയാണെങ്കിൽ ആഡ് അഡ്രസ്സ് ആൻഡ് സ്ലോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അഡ്രസ്സ് എന്താണോ എന്നുള്ളത്, ആഡ് അനദർ അഡ്രസ്സ് അല്ലെങ്കിൽ ആഡ് അഡ്രസ്സ് എന്ന് പറയുന്നിടത്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അഡ്രസ്സ് എന്താണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പ്രൊസീഡ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്ലോട്ട് ചോദിക്കും. ഇനി ശനിയാഴ്ച ഇന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കത് സെലക്ട് ചെയ്യാം. ഇല്ല, നമ്മൾ തിങ്കളാഴ്ച നമ്മളിവിടെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മൺഡേ സെലക്ട് ചെയ്തിട്ട് മൺഡേ ഏതൊക്കെ സമയത്തുണ്ട്, രാവിലെ 8 മണി തൊട്ടുള്ള സമയങ്ങളൊക്കെ അവൈലബിളാണ്. നമുക്കിപ്പോൾ സാറ്റർഡേ ഇപ്പോൾ വൈകുന്നേരം ഇന്ന് രാത്രി 7:30ക്കുള്ള സ്ലോട്ട് ബുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളവിടെ വരുമ്പോൾ താഴെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ സൈഡിലെ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് വന്നിട്ട് കൊടുക്കുന്നത് പോലെ വെക്കാം. നമുക്ക് വർക്ക് കണ്ടു കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ പേ ലേറ്റർ ഓൺലൈൻ എന്ന് പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഒരു 9 രൂപ നമുക്ക് അധികമാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നേരത്തെ ഗൂഗിൾ പേയോ ഫോൺ പേയോ യൂസ് ചെയ്ത് പേ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് പേ ലേറ്റർ വന്നിട്ട് നമുക്ക് സർവീസ് കണ്ടിട്ട് പേ ചെയ്താൽ മതിയെങ്കിൽ പേ ലേറ്റർ കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ബുക്കിംഗ് അവിടെ ഡൺ ആവും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ കാണാൻ സാധിക്കും ബുക്കിംഗ് സ്കെഡ്യൂൾഡ്. അതുപോലെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 5 മിനിറ്റിന് മുന്നേ നമ്മൾ ക്യാൻസൽ ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണാൻ സാധിക്കും. അത്രയേ ഉള്ളൂ.
ഇനിയും വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു OTP ഷെയർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമ്മുടെ ഒരു Urban കമ്പനി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളതെന്തും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.